മാനേജ്മെന്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഞാനും കൂടി അറിഞ്ഞിട്ടെടുത്ത തീരുമാനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു സമരം തുടരുമ്പോൾ എന്തായാലും ഞങ്ങളുടെ ധാരണയിൽ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. SFIക്ക് കൊടുത്ത എന്തൊക്കെ ആണ് തീരുമാനം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ കോംപ്രമൈസ് അത് അത്ര മാത്രമേ മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കുള്ളൂ. ആ ധാരണയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രാജി എന്തായാലും നടക്കില്ലല്ലോ, അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. 5 വർഷം മാറി നിൽക്കാന്നുള്ളതാണ് കരാറിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. SFIക്ക് എന്താണോ നമ്മൾ ഒരു കോംപ്രമൈസ് ഫോർമുലയായിട്ട് മാനേജ്മെന്റ് കൊടുത്തത്, അവരെന്ത് പറയുന്നു അത് തന്നെയാണ് എൻ്റെ തീരുമാനം, അതായത് മാനേജ്മെന്റിന്റെ തീരുമാനം. എല്ലാവരും ചർച്ചയ്ക്ക് വിളിച്ചു, അവരെല്ലാവരും തന്നെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഈ ചർച്ച കണ്ടിന്യൂ ചെയ്തത് SFI മാത്രമാണ്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് അവർ പറഞ്ഞ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം പോലും വേണ്ടാന്ന് വെച്ചിട്ടില്ല, എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്യുവർലി ഒരു പേഴ്സണൽ വെഞ്ചൻസ് പോലെ എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തിയെ രാജിവെപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ ഒരു ഉത്സാഹം, അതെനിക്ക് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവണില്ല. ഇറ്റ്സ് പ്യുവർലി പേഴ്സണൽ. ബിക്കോസ് അവരുടെ എല്ലാ ന്യായമായ ആവശ്യങ്ങളും, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അത് സാധിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ന്യായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് SFI ഇതിൽ നിന്നും പിന്മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ നന്മയ്ക്കായിട്ട് നിൽക്കേണ്ടവരാണ്. അത് മനസ്സിലാക്കിയ ഒരു പ്രസ്ഥാനമാണ് SFI. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി അവരുടെ കുട്ടികൾ പഠിക്കാനായിട്ട് ഈ കോളേജിൽ മറ്റു കുട്ടികൾ പഠിക്കണം എന്ന് അവർ തീരുമാനം എടുക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇപ്പൊ പുറത്തു നിന്ന് സമരം ചെയ്യുന്നവർക്ക് അതല്ല വേണ്ടതെങ്കിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രിൻസിപ്പളുടെ രാജ്യമൊന്നും അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ഞാൻ എഗ്രി ചെയ്ത കാര്യങ്ങളാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. എനിക്കിപ്പോൾ മാനേജ്മെന്റ് എതിരായിട്ട് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല, അങ്ങനെ പോവില്ല. മാനേജ്മെന്റ് എന്ത് പറയുന്നോ അതാണ് ചെയ്യുന്നത്. അല്ലാതെ അതിന് വിരുദ്ധമായിട്ട് എൻ്റെതായ ഒരു നിലപാടിൽ ഞാൻ ഒരിക്കലും കോളേജും ഇങ്ങനെ കോടതി പോകാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല. ഇത് ഞാനും കൂടി അറിഞ്ഞിട്ട് എടുത്തൊരു തീരുമാനമാണല്ലോ. വിദ്യാഭ്യാസ ബന്ധം ആഹ്വാനം ചെയ്തിരിക്കുകയല്ലേ ഏതൊരു പാർട്ടി. അങ്ങനെ ഓരോ ദിവസവും ഓരോ വിദ്യാഭ്യാസ ബന്ധം ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പഠിക്കേണ്ട കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അറ്റാക്ക് ചെയ്യുന്നത്. എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഇവിടെ അറ്റാക്ക്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, എന്താണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ന്യായമായിട്ടും ഈ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ആൾ തന്നെയാണ് ഏത് രീതിയിൽ നോക്കിയാലും. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പാചകം ചെയ്തൊന്നും അല്ല ഡിഗ്രി എടുത്തിരിക്കുന്നത്. പാചകത്തിൽ എനിക്ക് ഡോക്ടറേറ്റും ഇല്ല, അതിന് മറ്റ് ഡിഗ്രികളും ഇല്ല. അതൊരു പാഷൻ മാത്രമാണ്. അപ്പോൾ അതിനെ വെച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കുക, പാചകം ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പാചകം എന്ന് പറഞ്ഞാൽ ഒരു കഴിവാണ്. അത് പാചകം ചെയ്യുന്നവർക്കറിയാം. ഒരു വീട്ടിൽ പാചകം ചെയ്യാത്ത സ്ത്രീകൾ ആരും ഇല്ലല്ലോ. അതിനൊരു കഴിവ് തെളിയിച്ചു എന്നുള്ളത് ഒരു വലിയൊരു എന്താ പറയുക, ഒരു കുറ്റമാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ കുറ്റമാണ്. അതുകൊണ്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് എനിക്ക് മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല എന്നുള്ളതല്ല. അത് എൻ്റെ ഈ പ്രിൻസിപ്പൽ പദവി എന്നുള്ളത് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും തർക്കമില്ലാതിരിക്കെ വെറുതെ ഇങ്ങനെ ഒരു പാചകത്തിന്റെ പേരും പറഞ്ഞൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപമാനിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും ഈ പറയുന്ന എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, എന്നെ പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ വരെ മോശമായി കമന്റ്സ് ഇടുക, മോശമായി ചിത്രീകരിക്കുക, മോശമായി പറയുക, അതൊക്കെ വളരെ മോശം. അതിനപ്പുറത്തേക്ക് എന്താ പറയേണ്ടത് ഇതിനെക്കുറിച്ചല്ല. എല്ലാം തന്നെ വ്യക്തിപരമായ കുറച്ച് ആൾക്കാരുടെ ഒരു വ്യക്തി ഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത ചില ആൾക്കാർക്ക് എന്നോടുള്ള പേഴ്സണൽ വെഞ്ചൻസ് തീർക്കാൻ ഇതൊരു അവസരമായി എടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഈ കോളേജിലെ ഒരു വിഭാഗം കുട്ടികളെ അതിന് കരുവാക്കുന്നു. അതിനപ്പുറം എനിക്ക് വേറൊന്നും തോന്നുന്നില്ല. ഒരു വർഷം മുന്നേ, അതായത് കഴിഞ്ഞ വർഷം 2016 ജാനുവരിയിൽ ഏതോ ഒരു ദിവസം ആണ് ഞാൻ ഈ പറയുന്ന വ്യക്തിയെ ജാതി പേര് വിളിച്ചതെന്നാണ് പറയുന്നത്. അത് അധിക്ഷേപിച്ചിട്ടൊന്നുമില്ല. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന FIR പോലും അധിക്ഷേപിച്ചതായിട്ടൊന്നും കാണുന്നില്ല. ഞാനതെടുത്ത് വായിച്ചു നോക്കുകയായിരുന്നു. ജാതി പേര് വിളിച്ചിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതുപോലും നടന്നിട്ടില്ലാത്ത സംഭവമാണ്, സത്യവിരുദ്ധമാണ്. അതും ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ തലപൊക്കി വരിക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് അതിന്റെ പരാതിക്കാരൻ ഇപ്പോൾ ASFന്റെ നേതാവെന്ന് പറഞ്ഞ് ആ സമരപന്തലിൽ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ ഒരു സമരത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പരാതിക്കാരൻ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഇതിന്റെ മോട്ടോ എന്താണ്, ഇതിന്റെ അജണ്ട എന്താണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു മാലിസ് ഉള്ള ഒരു കാര്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ലേ. ഞാനൊന്നും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു. എന്തിനാ ഇങ്ങനെ പറയുന്നത്? അത് കേസ് എടുക്കട്ടെ, കേസ് അന്വേഷിക്കട്ടെ. കേസ് FIR എടുത്തിട്ടുണ്ടല്ലോ, ലെറ്റ് ദം ഇൻവെസ്റ്റിഗേറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരു ലേഡിയെ ഇങ്ങനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മാനസികമായി വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ. അത് സമൂഹ മധ്യത്തിലേക്ക് ഇങ്ങനെ ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ലല്ലോ. എന്താണ് സത്യം എന്ന് അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇതുവരെ ഇല്ലാത്തൊരു കംപ്ലൈന്റ് 27 വർഷത്തെ, എൻ്റെ 27 വർഷം പോട്ടെ, ഞാൻ ജീവിച്ചിരുന്ന അത്രയും കാലം ഇങ്ങനെ ഒരു പരാതി ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇതുവരെ ആരെയും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ജോലി കളയിക്കാനായിട്ട് രാജിവെക്കണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടാനും വേണ്ടിയുള്ള ഒരു ക്രൈമും ഞാൻ ചെയ്തിട്ടില്ല. അതിന്റെ കാര്യമില്ല. അപ്പൊ പിന്നെ അതൊക്കെ എനിക്കൊന്നും മറുപടിയില്ല. ഒരു വ്യക്തിയുടെ ഒരു കരിയറിൽ 5 ഇയേഴ്സ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ പീരിയഡ്. 5 വർഷം മാറി നിൽക്കാൻ ഞാൻ എടുത്ത തീരുമാനം തന്നെ ഏറ്റവും വലിയൊരു തീരുമാനമാണ്. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ.
5 വർഷം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയൊരു കാലയളവൊന്നും അല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ വിചാരിക്കും. അതൊരു മൈനോറിറ്റി ഓഫ് സ്റ്റുഡൻസിന്റെ ആവശ്യപ്രകാരം ഞാൻ അപ്പോൾ മനസ്സിൽ കണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. കാരണം എൻ്റെ ബാക്കി സ്റ്റുഡൻസ്, ഈ കോളേജിൽ 1400 സ്റ്റുഡൻസ് ഉണ്ട്. അതിലൊരു 250 പേരുടെ ആവശ്യപ്രകാരമാണ് ഞാനിപ്പോൾ 5 വർഷം മാറി നിൽക്കുന്നത്. ആ 5 വർഷം, അതായത് ഇപ്പോൾ ഈ സമരത്തിലിരിക്കുന്ന കുട്ടികളിൽ എല്ലാ വർഷത്തെ കുട്ടികളിലും കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു പേടി മാറിക്കോട്ടെ, ഈ 5 വർഷത്തെ കുട്ടികളും പാസ് ഔട്ടായി ഇറങ്ങിക്കോട്ടെ വിചാരിക്കുന്നു. അതേസമയം ഈ കോളേജിലെ ബഹുഭൂരിപക്ഷം കുട്ടികൾ, ബാക്കി എത്ര കുട്ടികളുണ്ടെന്ന് ഏകദേശം ധാരണയായല്ലോ, ഏതാണ്ട് 1200ഓളം കുട്ടികൾ, അവർക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ഇഷ്യൂ കൊണ്ട് കോളേജ് ഇങ്ങനെ അടച്ചിടുകയും മറ്റു വരാതിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വളരെയധികം ആൻസൈറ്റി ഉള്ള ഒരു കാര്യമാണ്. അവർക്ക് പഠനം കണ്ടിന്യൂ ചെയ്യണം, കോളേജ് തുറന്ന് പ്രവർത്തിക്കണം. അപ്പൊ അവരുടെ നന്മയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഞാനായിട്ടൊരു പ്രശ്നത്തിന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൽ കൂടുതൽ ഒരു മഗ്നാനിമിറ്റി എനിക്ക് കാണിക്കാനില്ല. ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു കഴിഞ്ഞു.